ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം SCERT ടോപ്പിക്കിൽ നിന്ന് ഭരണഘടന എന്നൊരു ഭാഗത്തിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് PSC ഇതിനു മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതോടെ നമ്മുടെ ഭരണഘടന എന്നൊരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം: മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. ഇപ്പോൾ PSC തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്തായാലും പഠിക്കണം കേട്ടോ. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? റിട്ടുകൾ. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്ന് അർത്ഥം വരുന്ന റിട്ട് കണ്ടെത്തുക. താഴെ പറയുന്ന റിട്ടുകളിൽ കൽപ്പന എന്നർത്ഥം പറയുന്ന റിട്ട് ഏതാണ്? അത് ഓപ്ഷൻ സി മാൻഡമസ് ആണ്. മാൻഡമസ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. നമ്മളിന്ന് ഭരണഘടനയിലെ ചോദ്യം മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും മറ്റു ചോദ്യങ്ങൾ ഉണ്ടാവും, പക്ഷെ നമ്മൾ ഭരണഘടനയിലെ ചോദ്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അടുത്ത ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖ പ്രകാരം ഇന്ത്യ എന്നാൽ പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓൺലി 3. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന: ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. 8 പ്രധാന കമ്മിറ്റികളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ആണോ? അല്ല. ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉം ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 8 പ്രധാന കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിരുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അടുത്ത ചോദ്യം: ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഒരേ ചോദ്യ പേപ്പറിലെ 2 ചോദ്യങ്ങൾ കണ്ട് ഒരുപോലെ വന്നത്. നമ്മളതൊന്ന് നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ 2 ക്വസ്റ്റ്യൻസും കറക്റ്റ് ആക്കാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാ നോക്കൂ. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ സുതാര്യമായിരുന്നു. ഇവ 3ഉം തന്നെ ശരിയാണ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളിൽ ചുവടെ ചേർക്കുന്നതിൽ ശരി ഏത്? കാനഡയിൽ നിന്നും ഇന്ത്യ കടം കൊണ്ടിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡയിൽ നിന്നാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയവും കാനഡ ഭരണഘടനയിൽ നിന്ന് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ അയർലൻഡിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് തെറ്റാണ്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം, ശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം കാനഡ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ട ആശയങ്ങളാണ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് കടം കൊണ്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ 1ഉം 2ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി 1 and 2 ഓൺലി. ഓക്കെ, ചുവടെ ചേർക്കുന്നവയിൽ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ചൂഷണത്തിനെതിരായുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം, സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം. ഓക്കെ, ചൂഷണത്തിനെതിരായുള്ള അവകാശം മൗലികാവകാശമാണ്.
സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശവും മൗലികാവകാശമാണ്. സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം മുൻപ് മൗലികാവകാശമായിരുന്നു, പിന്നീട് അത് മൗലികാവകാശമല്ലാതെയാക്കി മാറ്റി. അപ്പം മൂന്നാമത്തേതാണ് തെറ്റ്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതം ഇല്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മതമുണ്ട് എന്നാണ് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത്. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ഇതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല. ഇന്ത്യ ഒരു മതത്തെയും സ്വാധീനിക്കുന്നില്ല. ഇന്ത്യ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന 2ഉം 3ഉമാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? നോക്കാം. OCI അല്ലെങ്കിൽ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നതിൻ്റെ പൂർണ്ണ രൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നതാണ്. ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നതാണ്. ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർ നേപ്പാൾ സന്ദർശിക്കാൻ വിസയുടെ ആവശ്യമില്ല. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കുന്നതിനായിട്ട് വിസ ആവശ്യമില്ല. 4ഉം തന്നെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നതാണ് OCIയുടെ പൂർണ്ണരൂപം. 2ാം ഭാഗത്താണ് ഭരണഘടനയുടെ 2ാം ഭാഗം പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നു. 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ 6 മുതൽ 11 വരെ എന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. അതുകൊണ്ടാണ് PSC ഇത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 1ഉം 2ഉം 3ഉം 4ഉം തന്നെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്തത്, ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക മാതൃകയാണ് അത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണ്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് പറഞ്ഞത് ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. ജസ്റ്റിസ് ഹിദായത്തുള്ള. ഓപ്ഷൻ സി ആണ് ആൻസർ 3 എന്നത്. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിന് മുൻപിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. നിയമത്തിന് മുൻപിൽ തുല്യതയ്ക്കുള്ള അവകാശം എന്നത് ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്നതാണ്. മൂന്നാമത്തേതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം എന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്ന കാര്യമാണ്. ഇതും ശരിയായിട്ടുള്ളതാണ്. 4ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. അടുത്തത്, ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ആശയങ്ങളും രാജ്യങ്ങളും ആണ് കൊടുത്തിട്ടുള്ളത്. നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. മൗലിക കർത്തവ്യങ്ങൾ USSR റഷ്യയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അവശിഷ്ടാധികാരങ്ങൾ നമ്മൾ കുറച്ച് നേരത്തെ ഒരു ചോദ്യത്തിൽ അവശിഷ്ടാധികാരങ്ങൾ എന്നത് നമ്മൾ കുറച്ച് നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവശിഷ്ടാധികാരങ്ങൾ കാനഡയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഭരണഘടനാ ഭേദഗതി എന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്. ഓക്കെ. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, അവശിഷ്ടാധികാരങ്ങൾ കാനഡ, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. ഓക്കെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത്, ഒരു സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം,
ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്. രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യതയുണ്ടായിരിക്കണം. 4ാമത്തെ പോയിന്റ് ശ്രദ്ധിച്ചോ, രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം എന്നതാണ്. ഇത് ആരുടെ സ്ഥാനത്തെക്കുറിച്ച് പറയുന്നതാണ്? ഉപരാഷ്ട്രപതിയുടേത്. അപ്പോൾ രാഷ്ട്രപതിയുടേത് എന്തായിരുന്നു? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ആദായം പറ്റുന്ന ഒരു പദവിയും കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വഹിക്കുവാൻ പാടില്ല. ലാഭകരമായ ഒരു പദവിയും വഹിക്കാൻ പാടില്ല. 4ാമത്തെ പോയിന്റ് മാത്രമേ ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ളൂ. ലോകസഭാംഗമാകുന്നതിനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം രാഷ്ട്രപതിക്ക്. ഓക്കെ, രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം ഉപരാഷ്ട്രപതിക്ക്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഉപരാഷ്ട്രപതിയെക്കുറിച്ചാണ്. ധനബില്ലിനെ കുറിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദമാണ് അനുച്ഛേദം 109. താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. പൊതുജനാരോഗ്യം എന്നത് കൺകറന്റ് ലിസ്റ്റിലല്ല, സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇത് വരില്ല. മായം ചേർക്കൽ, ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് സാധനങ്ങളുടെയും എല്ലാം മായം ചേർക്കൽ എന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ്. അപ്പോൾ 2ാമത്തേത് ശരിയായിട്ടുള്ള പോയിന്റാണ്. തൊഴിലും മായം ചേർക്കലും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. വ്യാപാരവും വാണിജ്യവും സംസ്ഥാന ലിസ്റ്റിലുമാണ് ഉൾപ്പെടുന്നത്. സംസ്ഥാനത്തിനുള്ളിലെ വ്യാപാരവും വാണിജ്യവും സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അത് കൺകറന്റ് ലിസ്റ്റ് അല്ല, അതും തെറ്റാണ്. അപ്പോൾ നമ്മളോട് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ് ചോദിച്ചിട്ടുള്ളത്. മായം ചേർക്കലും തൊഴിലുമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 2ഉം 3ഉം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചാണ്. 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത്. ഓക്കെ. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണ്? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്തത് 1989 ശുപാർശ ചെയ്തത് PK തുങ്കൻ കമ്മിറ്റിയാണ്. PK തുങ്കൻ കമ്മിറ്റി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതാണ്? ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവാണ് ഏതൊക്കെ? ഹേബിയസ് കോർപ്പസ്, ക്വ വാറന്റോ, സെറിഷ്വറി. എല്ലാതരം റിട്ടുകളും ഹൈക്കോടതിക്കും പുറപ്പെടുവിക്കാനായിട്ടുള്ള അധികാരമുണ്ട്. അപ്പം 3ഉം തന്നെ ശരിയാണ്. 1, 2, 3 എന്നിവ ശരിയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. രാജ്യത്തിൻ്റെ പ്രതിരോധം മൗലിക കടമകളിൽ പെടുന്നതാണ്. രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്ന് മൗലിക കടമകളിൽ പറയുന്നുണ്ട്. അപ്പോൾ 1ാമത്തേത് തെറ്റാണ്. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും, ഇത് നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്ന ആശയമാണ്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഇതും തെറ്റാണ്. പരിസ്ഥിതി സംരക്ഷണം ആർട്ടിക്കിൾ 48A പരാമർശിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതും നിർദ്ദേശക തത്വത്തിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 2ാമത്തേതും 4ാമത്തേതുമാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത്. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണം എന്നിവ. അപ്പോൾ 2ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി. 44. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏതാണ്? ആദ്യത്തെ ലിഖിത ഭരണഘടന ആണോ? അല്ല കേട്ടോ. ആദ്യത്തെ ലിഖിത ഭരണഘടന യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റേതാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന നമ്മുടെ ഇന്ത്യയുടേതാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഭരണഘടന എഴുതി പൂർത്തീകരിക്കാൻ
2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ 3 വർഷം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തെറ്റാണ്. 2 വർഷവും 11 മാസവും 18 ദിവസവും എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നാമത്തേതും തെറ്റാണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകളാണുള്ളത്. ഇപ്പോൾ ഭരണഘടനയിൽ എത്ര പട്ടികകളാണുള്ളത്? 12 പട്ടികകളാണ്. അപ്പോൾ നാലാമത്തേതും തെറ്റാണ്. അപ്പോൾ ഇതിൽ 2 മാത്രമാണ് ശരി, മറ്റു 3ഉം ഇതിൽ 2 മാത്രമാണ്. രണ്ടാമത് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ലിഖിത ഭരണഘടന എന്നത് മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ ഉൾപ്പെടുന്നത്. മറ്റു 3ഉം ഉൾപ്പെടാത്തതാണ്. അപ്പോൾ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് 1, 3, 4 എന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ നമ്മുടെ ആൻസർ. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? ഇത്തരത്തിൽ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ആമുഖമാണ് കേട്ടോ. ആമുഖം. ചേരുംപടി ചേർക്കുക. ബാലവേല നിരോധനം വകുപ്പ് 24 പരാമർശിക്കുന്നത്. വകുപ്പ് 24. സ്വത്തവകാശം ആർട്ടിക്കിൾ 300A പരാമർശിക്കുന്നത്. സ്വത്തവകാശം ആർട്ടിക്കിൾ 300A. അവസര സമത്വം ആർട്ടിക്കിൾ 16 പറയുന്നത്. ആർട്ടിക്കിൾ 16. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A എന്നത്. ഓക്കെ, അപ്പോൾ ബാലവേല നിരോധനം വകുപ്പ് 24, സ്വത്തവകാശം 300A, അവസര സമത്വം വകുപ്പ് 16, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത് ആർട്ടിക്കിൾ 21. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് 44, യൂണിഫോം സിവിൽ കോഡ് എന്നതാണ് ആർട്ടിക്കിൾ 44. മൗലിക കടമകൾ വകുപ്പ് 51A ആണ്. വകുപ്പ് 51A ആണ്. അപ്പോൾ അതാണ് ഇവിടെ തെറ്റിച്ച് നമുക്ക് തന്നിട്ടുള്ളത്. ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് 226 രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് 61 അപ്പോൾ മറ്റു 3ഉം ശരിയാണ്. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് 44, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് 226, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് 61 ആണ്. ഓക്കെ. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ പൊതുജനാരോഗ്യം മാത്രമാണ്. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. തുറമുഖങ്ങൾ, ഹൈവേകൾ, റെയിൽവേ എന്നത് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ. മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 91ാം ഭേദഗതി. അടുത്തത്, ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക. ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമതായിട്ട് 1ാം വായന തന്നെയാണ്. 1ാം വായന, പിന്നീട് 2ാം വായന, അതിനുശേഷം 3ാം വായന. ആദ്യം 1ാം വായന, പിന്നീട് 2ാം വായന, അത് കഴിഞ്ഞ് കമ്മിറ്റി ഘട്ടമാണ്. 2ാം വായനയ്ക്ക് ശേഷം കമ്മിറ്റി ഘട്ടമാണ്. കമ്മിറ്റി ഘട്ടത്തിന് ശേഷം റിപ്പോർട്ടിംഗ് ഘട്ടമാണ്. റിപ്പോർട്ടിംഗ് ഘട്ടത്തിന് ശേഷം 3ാം വായന വരുന്നു. ഓക്കെ, 3ാം വായനയിലൂടെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് 3ാം വായന എന്നത്. ഓക്കെ, അപ്പോൾ 1ാം വായന, 2ാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, അതിനുശേഷമാണ് 3ാം വായന വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1ാം വായന, 2ാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, 3ാം വായന. ഓക്കെ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രൊഹിബിഷൻ എന്നാൽ തടയുക അല്ലെങ്കിൽ ടു ബി ഫോർബിഡ് എന്നതാണ്. ടു ഫോർബിഡ് എന്നതാണ് പ്രൊഹിബിഷൻ്റെ അർത്ഥം. അപ്പോൾ ഇത് തെറ്റാണ്. നിലനിർത്തുകയല്ല, നിർത്തുക അല്ലെങ്കിൽ തടയുക എന്നതാണ്. മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, വി കമാൻഡ് എന്ന അർത്ഥത്തിലാണ് മാൻഡമസ് പറയുന്നത്. കോവാറൻഡോ എന്തധികാരത്തിൽ എന്ന അർത്ഥവും പറയുന്നു. കോവാറൻഡോ എന്നാൽ എന്തധികാരത്തിൽ. ഓക്കെ, അപ്പോൾ ഇതിൽ 1,
3, 4 എന്നതാണ് ശരി. A, C, D. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാ പ്രകാരം 8 അധികാരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. തനത് അധികാരം അല്ലെങ്കിൽ ഒറിജിനൽ ജൂറിഡിക്ഷൻ, അപ്പീൽ അധികാരം, റിട്ട് അധികാരം, ഉപദേശാധികാരം, കോർട്ട് ഓഫ് റെക്കോർഡ്സ് ആയി പ്രവർത്തിക്കുന്നു, ജുഡീഷ്യൽ റിവ്യൂ, ഭരണഘടനാ വ്യാഖ്യാനം, മറ്റ് അധികാരങ്ങൾ. അത്തരത്തിൽ 8 അധികാരങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് തനത് അധികാരം അല്ലെങ്കിൽ ഒറിജിനൽ ജൂറിഡിക്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. തനത് അധികാരത്തിൽ ഉൾപ്പെടുന്നവ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു അപ്പീൽ അധികാരം വേറെയുണ്ട്, റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം മറ്റൊരു അധികാരമാണ്. ഭരണഘടനാ പ്രകാരം സുപ്രീം കോടതിയുടെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് തനതധികാരം, അപ്പീൽ അധികാരം, റിട്ട് അധികാരം. അപ്പോൾ ഇത് മറ്റ് 2 അധികാരങ്ങളാണ് സുപ്രീം കോടതിയുടെ. അപ്പോൾ സിയും ഡിയും അല്ല. അത് മാത്രമല്ല തനതധികാരത്തിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം. ഓക്കെ, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങളും, കേന്ദ്രവും ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കവും, 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കവും പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തനതധികാരത്തിൽ ഉൾപ്പെടാത്തത് സിയും ഡിയും ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതി ഏതാണ്? സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് എടുത്തുകളഞ്ഞ ഭരണഘടനാ ഭേദഗതിയാണ് 44ാം ഭരണഘടനാ ഭേദഗതി. 44ാം ഭരണഘടനാ ഭേദഗതി. സംസ്ഥാനങ്ങളിലെ ഉയർന്ന കോടതി ഏതാണ്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കർ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഓക്കെ. ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പ്രകാരം ഇന്ത്യ എന്നാൽ പരമാധികാര സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. പരമാധികാര സ്ഥിതി സമത്വ റിപ്പബ്ലിക്കാണെന്ന് പറയുന്നുണ്ട്. അതിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നില്ല. ആമുഖത്തിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആർട്ടിക്കിൾ 21A ആണ്. അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമാണെന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 4A. ഭാഗം 4A. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആരാണ്? ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? കൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു. കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2 എന്നതാണ്. 3:2. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. 1993 ഒക്ടോബർ 12-ന്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. ഒക്ടോബർ 12, 2005.
ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21 അല്ലെങ്കിൽ അനുച്ഛേദം 21. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം എഴുതിയിരിക്കുന്ന ലിപി ഏതാണ്? ദേവനാഗരി ലിപിയാണ്. ദേവനാഗരി. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി ആണോ? 22 കമ്മിറ്റികൾ അടങ്ങിയ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി മാത്രമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, അംഗീകാരം നൽകി എന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. ഭരണഘടനാ നിർമ്മാണ സഭ തന്നെ വേറെ ഉണ്ടായിരുന്നു. ഓക്കെ, 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആകെ മെമ്പേഴ്സ് 7 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് 1947 ഓഗസ്റ്റ് 29 കേട്ടോ. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള 46 എന്നായതുകൊണ്ട് അത് തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭാ നിയമനിർമ്മാണ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് എന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് എന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നത് തെറ്റാണ്. വകുപ്പ് 326 സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഭരണഘടനാ അനുച്ഛേദം 326 സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്തത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1989 61 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്, 62 61 ഭരണഘടനാ ഭേദഗതിയിലൂടെ വോട്ടിങ്ങിന്റെ പ്രായം 21 നിന്നും 18 കുറച്ചു. അപ്പോൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള വസ്തുതകൾ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതൊക്കെ? മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ശരിയാണ്, മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തു. നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നിയമനിർമ്മാണ പ്രക്രിയ എന്നത് ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് കേട്ടോ. കനേഡിയൻ അല്ല, കനേഡിയൻ ഭരണഘടനയിൽ നിന്നല്ല കടമെടുത്തിട്ടുള്ളത്, ബ്രിട്ടനിൽ നിന്നാണ്. നിയമനിർമ്മാണ പ്രക്രിയ എന്നത് ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തു. അപ്പോൾ ഇത് തെറ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ശരിയായിട്ടുള്ളവയാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. സുപ്രീം കോടതികൾക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനാവുള്ളൂ എന്നത് തെറ്റാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ജില്ലാ കോടതികൾക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാം എന്നതും തെറ്റാണ്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന 1 മാത്രമാണ്. ഓപ്ഷൻ ബി, ഓൺലി 1. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇത്. ഇന്ത്യൻ ഉപരാഷ്ട്രപതി
ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 6 വർഷമല്ല, 5 വർഷമാണ്. വൈസ് പ്രസിഡന്റിന്റെ കാലാവധി എന്നത് ആർട്ടിക്കിൾ 67 പരാമർശിച്ചിട്ടുള്ളതുപോലെ ആർട്ടിക്കിൾ 67 പരാമർശിച്ചിട്ടുണ്ട് 5 വർഷമാണ് എന്ന്. ഒന്നാമത്തേത് തെറ്റാണ്. ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ശരിയാണ്, ഇലക്ട്രൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളല്ല. ശരിയായിട്ടുള്ള പ്രസ്താവന 2ഉം 3ഉം ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കോടതികൾ. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. കീഴ്ക്കോടതികൾ സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. അപ്പോൾ എല്ലാം തന്നെ ശരിയാണ്. ഓൾ ഓഫ് ദി എബോവ് 1, 2 and 3 എന്നതാണ് ആൻസർ. കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഇവിടെ തന്നിട്ടുള്ളവയിൽ കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് എന്നത് കേന്ദ്ര ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. കൃഷി എന്നത് സംസ്ഥാന ലിസ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ്. കൃഷി സംസ്ഥാന ലിസ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അപ്പോൾ മൂന്നാമത്തേത് തെറ്റാണ്. വിദേശകാര്യം, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് എന്നത് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ശരിയായത് 1ഉം 2ഉം ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ വിഷയമാണ്. പൊതുജനാരോഗ്യം ഇപ്പോൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടു. പൊതുജനാരോഗ്യം എന്നത് സംസ്ഥാന ലിസ്റ്റിലെ വിഷയമാണ്. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. വനം എന്നത് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. സൈബർ നിയമങ്ങൾ ശിഷ്ടാധികാരത്തിൽ വരുന്നതാണ്. സൈബർ നിയമങ്ങൾ എന്നത് ശിഷ്ടാധികാരത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ 3ഉം തന്നെ ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓൾ ഓഫ് ദി എബവ്. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. ചെറു ഭരണഘടന എന്നതല്ല. ചെറു ഭരണഘടന എന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് തെറ്റാണ്. 74ാം ഭേദഗതിയിലൂടെ നഗരപാലികാ സമ്പ്രദായം കൊണ്ടുവന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 74ാം ഭേദഗതിയിലൂടെ നഗരപാലികാ സമ്പ്രദായം കൊണ്ടുവന്നു. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2ഉം 3ഉം ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ 50 ചോദ്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ പഠിക്കുക, റിവൈസ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.